മിസ്റ്റർ ലൈറ്റ് പ്രസൻസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 14-ാം രാവിൽ. ഇനി അടുത്തതായി ഇശൽ മംഗലം റൗണ്ടിൽ പാടാനെത്തുന്നു ജയകൃഷ്ണൻ. പൊട്ടിച്ചിരിയുടെ മാല കൊരുക്കണ മട്ടത്തിൽ പൊന്നുട്ടളി വെട്ടണ തട്ടത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി മെത്തയിൽ കൊത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ, പെണ്ണിന്നിതാ മാരൻ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. പൊട്ടിച്ചിരിയുടെ മാല കൊരുക്കണ മട്ടത്തിൽ പൊന്നിട്ടളി വെട്ടണ തട്ടത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ, പെണ്ണിന്നിതാ മാരൻ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. കൺകളിലേതോ സ്വപ്നമുണർത്തി കൽബിലെ മോഹപ്പൂവ് വിടർത്തി, കൺകളിലേതോ സ്വപ്നമുണർത്തി കൽബിലെ പൂവ് വിടർത്തി, കനവിൽ മുത്തുക്കുടയും നിർത്തി കമറൊളി പോൽ ചിരി ഒന്ന് പരത്തി, ബറുറ്റ പൂരുമാരൻ ഇതാ വരുന്നേ, ബഹറോളം കോതിയുമായി ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. പൊട്ടിച്ചിരിയുടെ മാല കൊരുക്കണ മട്ടത്തിൽ പൊന്നിട്ടൊളി വെട്ടണ തട്ടത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ, പെണ്ണിന്നിതാ മാരൻ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. പന്തലിലാളുകളൊക്കെയും കൂടി ചന്തമിൽ തോഴികളൊപ്പന പാടി, പന്തലിലാളുകളൊക്കെയും കൂടി ചന്തമിൽ തോഴികളൊപ്പന പാടി, പുതു പുതു മുല്ലപ്പൂവുകൾ ചൂടി വധുവിൻ കൺകളൊരാളെ തേടി, അവൾ കാത്ത യുവരാജൻ ഇതാ വരുന്നേ, അഴകൊത്ത മണിമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. പൊട്ടിച്ചിരിയുടെ മാല കൊരുക്കണ മട്ടത്തിൽ പൊന്നിട്ടൊളി വെട്ടണ തട്ടത്താൽ മുഖമൊട്ടു മറക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ, പെണ്ണിന്നിതാ മാരൻ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. പൊട്ടിച്ചിരിയുടെ മാല കൊരുക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ പട്ടണി മെത്തയിൽ കുത്തിയിരിക്കണ പെണ്ണിന്നിത മാരൻ വരുന്നേ, പെണ്ണിന്നിതാ മാരൻ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ, ഇതാ വരുന്നേ മാരൻ ഇതാ വരുന്നേ, ഇതാ മൊത്ത പുതുമാരൻ ഇതാ വരുന്നേ. ജയകൃഷ്ണ, മാരം വരുന്നേ മാരം വരുന്നേ എന്ന് പറഞ്ഞിട്ട് എവിടെ മാരൻ? എന്തായാലും നന്നായിട്ട് പാടി, നല്ലോണം എൻജോയ് ചെയ്തൊക്കെ പാടുന്നുണ്ടായിരുന്നു മോൻ. നല്ലൊരു കോറസ് സപ്പോർട്ടൊക്കെ തന്നു ഇവര്. താങ്ക് യു മിസ്ജാദ്, ആയിഷ, നികേഷ്, അഫ്നാസ്, നല്ലൊരു സപ്പോർട്ടായിരുന്നു. ജയകൃഷ്ണ, ആരെ ഈ പാട്ട് സെലക്ട് ചെയ്തതെന്ന്? മിസ്ജാദ് സാബു. സാബു തന്നെയാണ് എല്ലാ പ്രാവശ്യവും സെലക്ട് ചെയ്തിരുന്നത്. പ്രാക്ടീസ് ചെയ്യിപ്പിച്ചതൊക്കെ ആരാ? ഞാൻ തന്നെ പ്രാക്ടീസ് ചെയ്തു. ഇപ്പോഴും ടെൻഷനൊന്നുമില്ല അല്ലേ? ഭയങ്കര സ്മാർട്ടാണ്, ടെൻഷനൊന്നുമില്ല. നമുക്ക് കമൻസ് ചോദിക്കാം, പാട്ടിനെ കുറിച്ച് ചോദിക്കാം ഫൈസൽ സാറിൻ്റെ അടുത്ത്. ഓക്കെ ഫൈസൽ സാർ.
ഒരുപാട് മാപ്പിളപ്പാട്ടുകൾ പാടി, ഏതാണ്ട് പിന്നെ ഒരു 3000-ഓളം പാട്ടുകളൊക്കെ പാടിക്കാണെന്നാണ് പറയുന്നത്. ലൈവായിട്ട് പഴയ പാട്ടുകൾ പുതുതായി എടുത്ത് പാടുകയും പിന്നെ പുതിയ പാട്ടുകൾ പാടുകയൊക്കെ ചെയ്ത ആളാണ് KG മാർക്കോസ് സാർ. മാർക്കോസ് സാർ ഈ പാട്ട് പാടിയിട്ടുണ്ട് ആദ്യമായി. പിന്നെ അതിനുശേഷം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ അതിഥിയായിരുന്ന ആദിൽ അത്തു ഈ അടുത്ത കാലത്ത് സഫാ മറവ എന്നൊരു ആൽബം, അത് ഹിറ്റായിരുന്നു ആൽബം. കുറേ പഴയ പാട്ടുകൾ പാടുന്നതാണ്, അതിൽ ഈ പാട്ട് പാടി. അപ്പോൾ അതിനൊരു പുനർജീവൻ നൽകി ഈ പാട്ടിന്. ഇനി ഞാൻ പാട്ടിൻ്റെ കാര്യത്തിൽ ജയകൃഷ്ണൻ്റെ അഭിപ്രായം പറയും. നന്നായിട്ട് പാടിയോ? ഇല്ല, കഴിഞ്ഞില്ല. നല്ലോണം പാടിയില്ല. എനിക്ക് പാടാൻ കഴിഞ്ഞിട്ടില്ല. ടെൻഷൻ അടിക്കുന്ന കാര്യമൊന്നുമില്ല, പാടാൻ കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇതൊരു വളരെ സ്പീഡിലുള്ള വരികൾ, പാട്ട് സ്പീഡിൽ പാടുമ്പോൾ വരികൾ നമുക്ക് അങ്ങനെ പെറുക്കിയെടുക്കാൻ അങ്ങനെ തോന്നൽ ഒരു ഓളമാണല്ലോ ഇത്. അപ്പോൾ അതിലങ്ങനെ തോന്നുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില അബദ്ധങ്ങൾ ആർക്കും പറ്റാം, പക്ഷെ അത് പറ്റാൻ പാടില്ല. കാരണം നിങ്ങൾക്ക് സമയമുണ്ട്, അതിനുള്ള അവസരവും ഇവിടെയുണ്ട്. വരി ഒരു അനുപല്ലവിയിൽ ഒരിടത്ത് ഒരു കൺഫ്യൂഷൻ വന്നു. ആദ്യം ബദറൊത്ത എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലേ, അത് വരി ഒരു അക്ഷരം തെറ്റിപ്പോയി. പിന്നെ അവസാനം ആകെക്കൂടെ ഒരു പ്രോബ്ലം വന്നു, ഒരു വരി വിട്ടുപോയി. അത് വളരെ സിമ്പിളായ വരികളാണ്, കുറച്ചേ പാട്ടുള്ളൂ, ശ്രദ്ധിക്കാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ജയകൃഷ്ണനോട് തന്നെ ചോദിച്ചത്. ജയകൃഷ്ണൻ ശ്രമിക്കുന്നുണ്ട്, ഞാനത് ജയകൃഷ്ണക്കാരിൽ അഭിനന്ദിക്കുകയാണ്, ശ്രമിക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ റൗണ്ടിലെ ജയകൃഷ്ണൻ അല്ല ഇപ്പോൾ, ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത് എവിടെയോ അങ്ങ് എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ കൂടുതൽ പറയുന്നില്ല, ഇനിയും ശ്രമം തുടരുക കേട്ടോ. താങ്ക് യു സർ. സിബില മാം. ജയകൃഷ്ണൻ, മാം നന്നായി പാടാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം വിജയിച്ചോ എന്ന് ചോദിച്ചാൽ മുഴുവനായിട്ടുമില്ല. അങ്ങനെ തോന്നിയിട്ടില്ലേ? കേട്ടപ്പോൾ ഞങ്ങൾക്കും തോന്നി. ഒന്നാമത് ആ ബിറ്റ്സ് കഴിഞ്ഞ ഉടനെ തന്നെ പാടാൻ തന്നെ ഒരു ലെവലിലേക്ക് വന്നില്ല, സ്റ്റാർട്ടിങ് തുടക്കം തന്നെ. പിന്നെ അതിൻ്റെ ഇടയിലൊക്കെ നന്നായി, നല്ല ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തോ ഒരു പ്രയാസം പോലെ. പക്ഷേ വീണ്ടും ആ കോറസ് ഏറ്റു പാടുമ്പോൾ നല്ല പഞ്ചിങ് വരുന്നുണ്ട്. ആ കോറസ് കഴിഞ്ഞിട്ട് വീണ്ടും പാട്ടിലേക്ക് വരുമ്പോൾ ചെറുതായിട്ട് ഡൗൺ ആയി പോകുന്ന പോലെ തോന്നുന്നുണ്ട്. പൊതുവെ എനിക്ക് തോന്നുന്നു ടെൻഷൻ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. ശബ്ദത്തിന് ചെറിയ പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും. പിന്നെ കല്യാണപ്പാട്ടായതുകൊണ്ട് കുറച്ചുകൂടെ എൻജോയ് ചെയ്തിട്ട് പാടായിരുന്നു. അങ്ങനെയുള്ളൊരു പാട്ടല്ലേ ഇത്, അതിൻ്റെ ഒരു കുറവ് നമുക്ക് തോന്നി. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. രഹന ചേച്ചി. ജയകൃഷ്ണൻ, നല്ലൊരു സെലക്ഷനാണ് കേട്ടോ മോനെ. ഒപ്പന കല്യാണപ്പാട്ടിൽ നല്ലൊരു സെലക്ഷൻ. പക്ഷേ നന്നായിട്ട് പാടി ഫലിപ്പിച്ചാൽ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പാട്ടാണ്. ഫലിപ്പിക്കാൻ പ്രയാസവുമാണ്, കാരണം അതിൻ്റെ ആ താളവും വാക്കുകളൊക്കെ വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പാട്ട്. എനിക്ക് തോന്നുന്നു ജയകൃഷ്ണൻ ഈ കോമ്പറ്റീഷനായിട്ട് മാത്രമല്ല ഇങ്ങനെയുള്ള അല്ലേ മാപ്പിളപ്പാട്ടുകൾ അധികം പഠിക്കുന്നത് അല്ലേ, അല്ലാതെ വെറുതെ അങ്ങനെയൊന്നും പാടിയിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പാടിയിട്ടുണ്ട്. എന്നാലും ഇങ്ങനെ ഇപ്പോൾ ഒരു ട്രഡീഷണൽ വന്നാലും ഇങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ സ്പീഡായിട്ട് വരുന്ന പാട്ടുകളൊന്നും അധികം എടുത്ത് ഇപ്പോൾ പ്രോഗ്രാമിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ പാടുന്നുണ്ടാവില്ലല്ലോ. ഇല്ല, ചിലത് പാടാറുണ്ട്. അല്ല അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഫാസ്റ്റായിട്ടുള്ള ഒന്നും അധികം എടുത്ത് അങ്ങനെ പാടുന്നുണ്ടെങ്കിൽ ഇതും പെട്ടെന്ന് ഇന്നലെ ഇപ്പോൾ പറഞ്ഞ കാരണങ്ങളൊന്നും റീസണല്ല. അത് ഞാൻ സമ്മതിക്കൂല. കാരണം ഇപ്പോൾ പറഞ്ഞില്ലേ വാക്കുകൾ, എനിക്ക് പിന്നെ ഈ പാട്ട് എനിക്ക് ഒരു ഇതായിട്ട് അങ്ങനെയൊക്കെ ഇപ്പോൾ മാഷോട് സംസാരിച്ചില്ലേ, അപ്പോൾ അതൊക്കെ ഈസി ആവുമായിരുന്നു. അപ്പം ജയകൃഷ്ണൻ്റെ കയ്യിൽ തന്നെയാണ് പ്രശ്നം കിടക്കുന്നത് മുഴുവൻ. ജയകൃഷ്ണൻ ഇങ്ങനത്തെ പാട്ടുകൾ എനിക്ക് വഴങ്ങുമെന്നുള്ളതും അറിയാം, ഞാൻ പാടാറുണ്ടെന്നുള്ളതും സമ്മതിച്ചു. അപ്പോൾ പിന്നെ ഒരു കോമ്പറ്റീഷൻ ആവുമ്പം ആ ഒരു പിന്നെ ഇത്രയും ആയില്ലേ, എത്ര പാട്ട് ഇപ്പോൾ ഇവിടെ പാടി അല്ലേ, അപ്പം സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു രഹന ചേച്ചി. ഷാൻ സർ. ജയകൃഷ്ണൻ ഇതൊട്ടും എൻജോയ് ചെയ്തിട്ടല്ല പാടിയത്. പിന്നെ അല്ല, എനിക്കങ്ങനെ തോന്നി. കാരണം ജയകൃഷ്ണൻ്റെ ബോഡി ഒരു വഴിക്കും മുഖം വേറെ വഴിക്കും പാട്ട് വേറെ വഴിക്കുമായിരുന്നു. മൂന്ന് വഴിക്ക്. കാരണം ഈ പറഞ്ഞ പോലെ ആക്ഷൻസ് വരുന്നുണ്ട് ബോഡി,
ശരിയാണ്. പക്ഷെ മുഖത്ത് ആ ഒരു 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 പേടിയാണ് കണ്ടത്. ടെൻഷനേക്കാളും കൂടുതൽ ഒരു പ്ലസൻനെസ് ഒന്നും ഇല്ലായിരുന്നു. അതായത് ലിറിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയത്. പിന്നെ ഒരാൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സിംഗർക്ക് മാത്രമല്ല ആർക്കാണെങ്കിലും സ്വന്തം മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യുക, സമ്മതിക്കുക എന്നുള്ളതാണ്. അത് ജയകൃഷ്ണൻ സംബന്ധിച്ച് പ്രശ്നമുണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പം മാഷി ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. പിന്നെ ബ്രെത്ത് കൺട്രോൾ കുറച്ച് നന്നായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഈ കണ്ടിന്യൂസ് പാടുമ്പോൾ തുടക്കത്തിലൊന്നും പ്രശ്നമില്ല, ഇത് അവസാനം കൊണ്ടുപോയിട്ടാണ് ജയകൃഷ്ണൻ അത് ഉടച്ച് കളക്കുന്നത്. പക്ഷെ അതൊരു ചെറിയ മിസ്റ്റേക്ക് അല്ല. എത്രയായാലും ഒരു കോമ്പറ്റീഷൻ ലൈൻ വെച്ച് നോക്കുമ്പോൾ അത് ഒരു സീരിയസ് പ്രശ്നം തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ജയകൃഷ്ണൻ മിസ്ജാദിൻ്റെ ഒരു വലിയൊരു ബാക്കിങ് എന്തായാലും ഉണ്ടായിരുന്നു. അതിപ്പോൾ കോറസിൻ്റെ സമയത്താണെങ്കിലും അവസാനം ആ ലൈൻ വിട്ടുപോയപ്പോഴും ഞാൻ പെട്ടെന്ന് മിസ്ജാദ് അയ്യോ മനസ്സിലായില്ലേ? അതൊരു ട്രൂ ഫ്രണ്ടിൻ്റെ ഒരു ക്വാളിറ്റിയാണ്. സാധാരണ അല്ലെങ്കിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് ഉണ്ടാവുക. എനിവേസ് ഗുഡ്. താങ്ക് യു സർ. ജയകൃഷ്ണ, ഹായ്. ഇപ്പോൾ പേടി മാറിയോ? പേടിയൊന്നുമില്ല. നമുക്ക് കൂളായിട്ട് മാർക്ക് വയ്ക്കാം. ഫൈസൽ സർ, 30-ൽ എത്ര മാർക്കാണ് ജയകൃഷ്ണന് കൊടുക്കുന്നത്? 24. താങ്ക് യു സർ. ഷാൻ സർ? 24 out of 30. താങ്ക് യു സർ. രഹന ചേച്ചി? 24. 30-ൽ 24 മാർക്ക്. താങ്ക് യു രഹന ചേച്ചി. സിബില മാം? എൻ്റെ മാർക്ക് 7. 10-ൽ 7 മാർക്കാണ് സിബില മാം നൽകിയിരിക്കുന്നത്. അപ്പം 100-ൽ 79 മാർക്കാണ് ജയകൃഷ്ണൻ സ്കോർ ചെയ്തിരിക്കുന്നത്. ഇനി പേടിയില്ലാണ്ട്, എന്തായാലും പേടി ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് അതേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റില്ല. പേടി ഉണ്ടെങ്കിലും ഒരു കാര്യമില്ലല്ലോ നമുക്ക്. അപ്പോൾ നമ്മൾ പേടിയൊന്നും ഇല്ലാണ്ട് വരും. നെക്സ്റ്റ് പെർഫോമൻസിൽ അടിച്ച് പൊളിച്ച് ചെയ്യും. 100-ൽ 100 മാർക്ക് വാങ്ങിക്കും. നോക്കാം. അതെ, ഓക്കെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു. ജയകൃഷ്ണൻ, പ്രതീക്ഷ പോലെ പാടാൻ പറ്റിയില്ല. എന്തു പറ്റി? ലൈൻസ് തെറ്റിപ്പോയി. ഇപ്പം പാട്ട് സെലക്ഷൻ നന്നായിന്ന് പറഞ്ഞു. സാബു ആണ് പാട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് മുതലേ നമ്മുടെ ജഡ്ജസ് എപ്പോഴും നോട്ട് ചെയ്ത് പറയുന്ന ഒരു സംഭവമാണ് ജയകൃഷ്ണൻ്റെ ടെൻഷനെ കുറിച്ച്. അടുത്തതിൽ എന്തായാലും തകർത്ത് പെർഫോം ചെയ്യണം, ഉറപ്പല്ലേ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.